Hi, welcome back. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിങ്കോണിയം കളക്ഷൻസ് ആണ്. വെർട്ടിക്കൽ ഗാർഡനിൽ ഞാൻ ഓൾറെഡി 3 വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വെർട്ടിക്കൽ ഗാർഡനിലെ അവസ്ഥ എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതെങ്ങനെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തു, അതായത് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഏതൊരു ചെടിയും ഒന്നിൽ കൂടുതൽ തൈകൾ അല്ലെങ്കിൽ കൂട്ടം കൂടിയിട്ടുള്ള തൈകൾ ഉണ്ടാകുമ്പം അത് കാണാനാണ് നല്ല ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് ഈ സിങ്കോണിയം. അതിൻ്റെ ഒരുപാട് വേരിയേഷൻസും ഇലകളിൽ വരുന്ന വ്യത്യാസങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ എങ്ങനെ ഏത് ഒരു പൊസിഷനിലാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ. അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്ന് അറിയാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. Syngonium podophyllum, arrowhead plant, arrowhead vine, goosefoot plant, ആഫ്രിക്കൻ എവർഗ്രീൻ എന്നൊക്കെ പറയുന്ന വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള, എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് പ്ലാന്റ് ആണിത്. ഓൾറെഡി ഞാൻ എൻ്റെ വെർട്ടിക്കൽ ഗാർഡനിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഇത് ബിഫോർ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പം നിറച്ചും അതിൻ്റെ അകത്ത് കിളകളൊക്കെ വന്ന് പിന്നെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറിയ കുഞ്ഞി പോട്ടിൻ്റെ അകത്താണ് ഇത്ര അധികം ചെടികൾ തിങ്ങി നിറഞ്ഞു നിന്നിട്ട് വേരുകളോടി അധികം ഇനി പ്ലാന്റ്സിന് നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ ആയിട്ട് വരുന്നത്. ഇപ്പം ഇത് ബിഗിനിങ്ങിലുള്ള സ്റ്റേജാണ്. ഒരൊറ്റ ചെടിയാണ്. ഇതിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം, അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കാണാം, ഒരുപാട് തൈകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ അതാണ് മെയിൻ്റനൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ലീവ് ഓഫ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ അതിനെ നോക്കി അത് എത്ര പ്ലാന്റ്സ് ആണോ വരുന്നത് അതിനൊക്കെ നമ്മൾ മാറ്റി ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് സിങ്കോണിയം ക്രീം എല്യൂഷൻ എന്നാണ്. ഇതെനിക്ക് ബിഗിനിങ്ങിൽ കുറേ മുമ്പേ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലീവ്സ് ഒക്കെ കണ്ടാലറിയാം, ഒരു ക്രീം കളറിൽ പിങ്ക് വെയിൻസ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഇത് കുറച്ചും കൂടിയും വലിയ ലീഫാണ്, അതായത് തളിര ഇലയാണ് ഇപ്പോൾ അത് കുറച്ചും കൂടി മെച്യൂർ ആയി കഴിഞ്ഞാലുള്ളൊരു കളറാണ്. ഒരു ഗ്രീനും ക്രീം ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട്, പക്ഷേ ഉള്ളിലുള്ള വെയിൻസ് കുറച്ചും കൂടിയും ലൈറ്റർ ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് ഈ ഒരു ചെടിക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് ബ്രാഞ്ചിങ് നോക്കിയാൽ കാണാം, തൊട്ട താഴെ ബേസിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ബ്രാഞ്ചിങ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ തന്നെ കാണാം, ഒരു പ്ലാന്റിൻ്റെ അകത്ത് തന്നെ ലീവ്സ് പല പല ഷെയ്ഡുകളും പല പല കളറുകളും. അപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് ആ ഒരു പ്ലാന്റ് തന്നെയാണോ, നമ്മൾ ആദ്യം വെച്ച പ്ലാന്റ് തന്നെയാണോ ഇത് നമുക്കുള്ളൊരു കൺഫ്യൂഷൻ തന്നെ വരും. എന്താണെന്ന് വെച്ചാൽ അത് മെച്യൂർ ആവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ലീവ്സിന് ചേഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പുറത്ത് വെർട്ടിക്കൽ ഗാർഡൻ വെച്ചതിൻ്റെ ഇങ്ങേ ഭാഗത്തായിട്ട് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ്, അതായത് ഓവർ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് പറ്റുകയില്ല കേട്ടോ. അങ്ങനെ ആകുമ്പം ചെടീൻ്റെ ഇലകളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എല്ലാം കൂടി ചുരുങ്ങി കേടായിട്ടുണ്ടാകും. അങ്ങനെ ഒരു പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചും തരാം. ഈ ഒരു പ്ലാന്റ് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇതുപോലെയല്ല, ക്രീം എല്യൂഷൻ പോലെയല്ല, സിങ്കോണിയം പോഡോഫില്ലം തന്നെ, പക്ഷേ അതൊരു ക്രീപ്പിംഗ് ടൈപ്പാണ്. നമുക്ക് ബേസ് നോക്കിയാൽ, ഈ ചെടീൻ്റെ ബേസ് നോക്കിയാൽ കാണാം, രണ്ടും രണ്ടാണ്. ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടില്ല ഈ ഒരു ബേസ്, അതുപോലെയല്ല മറ്റേതിൻ്റെ. ഇതിന് ഞാൻ ഒരു വടിയൊക്കെ വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഒരു ക്രീപ്പിംഗ് ടൈപ്പാണ്. ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽക്കും. നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റി എടുക്കാം. ഇതും അങ്ങനെ തന്നെ കൂടുതൽ തൈകൾ വന്നാൽ നമുക്ക് തൊട്ടടുത്ത് ഞാനിപ്പം വെച്ചില്ല ക്രീം എല്യൂഷൻ എന്ന് പറഞ്ഞില്ല, അതും നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ ഒരു ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീൻ തന്നെയാണ്, പക്ഷെ നടുവ് കൂടെ ക്രീം വെയിൻസ് ആണ് ഓടിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഞാൻ കട്ടിങ്സ് ഒക്കെ വഴി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പോർഷൻ. അപ്പം ബേസ്മെൻറ്റ് കണ്ടാൽ തന്നെ അറിയാം, രണ്ടും നമുക്ക് പെട്ടെന്ന് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ചെറിയ ടൈപ്പുകൾ ഇപ്പോൾ ഇതിൻ്റെ ചെറിയ ടൈപ്പുകളാണ് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ ചെറുതായിട്ട് ക്രീം എല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലാന്റ് വലുതായാൽ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബ്രൈറ്റ് ഗ്ലോയിങ് പിങ്ക് കളർ തന്നെയാണ്. കണ്ടില്ലേ, തളിര് ഇല കണ്ടില്ലേ, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറാണ്. അതിൻ്റെ ഇലയുടെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാം ഗ്രീൻ കളറാണ്. അപ്പോൾ അതായത് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പ്ലാന്റ് ആണ്, പക്ഷേ ഇത് കുറച്ചും കൂടിയും ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അത് ഹാങ്ങിങ് ബാസ്ക്കറ്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് മേലോട്ട് കയറ്റി വിടാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഫോളിയേജ് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ആരോ ഹെഡ് ഷേപ്പ് ഫോളിയേജ് ആണ്.
അതായത് ബിഗിനിങ്ങിലൊക്കെ നമുക്ക് ഇത് നല്ല അപ്രൈറ്റ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കാണാം, പ്രത്യേകിച്ച് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമ്മളിപ്പോൾ എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്, അങ്ങനെ പടർന്ന് പിടിച്ച് മേലോട്ടേക്ക് പോകുന്നതാണ് കാണുക. പക്ഷെ നല്ല ഭംഗിയാണ്, വളരെ ഭംഗിയും ബ്യൂട്ടിഫുള്ളാണ് വെച്ചാൽ. പക്ഷേ അങ്ങനെയുള്ള കട്ടിങ്സ് നമ്മൾ എടുത്ത് കട്ട് ചെയ്തിട്ട് വലിയ വലിയ പോട്ട്സിലേക്ക് നടുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് കയറ്റി വിടാൻ പറ്റിയ അടിപൊളി ഒരു ക്രീപ്പറാണ് ഈ ഒരു പിങ്ക് സിങ്കോണിയം. ഹാങ്ങിങ് ബാസ്ക്കറ്റ്സ് ഒക്കെ ആക്കി വെക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് ലീവ്സൊക്കെ എല്ലാ പ്ലാന്റ്സിൻ്റെയും നമ്മൾ ലീവ്സൊക്കെ ഇടയ്ക്കൊന്ന് വെള്ളം അടിച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നല്ലൊരു റിഫ്രഷ്മെൻറ്റും പ്ലാന്റ്സിന് കിട്ടും. എന്താ വെച്ചാൽ ഇലേൻ്റെ മേലൊക്കെ ഒരുപാട് പൊടികളൊക്കെ അടഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ലതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേറൊരു വെറൈറ്റി സിങ്കോണിയം പോഡോഫില്ലം നാരോ ലീഫാണ്. വളരെ നാരോ ആയിട്ടുള്ള കൂർത്ത ലീഫുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, ഒരു മിനിയേച്ചർ, ഇതിൻ്റെ കുട്ടി ലീവ്സ്. അപ്പോൾ ഇത്ര കാലമായിട്ടും ഞാൻ ഈ പ്ലാന്റ് വാങ്ങുമ്പോൾ തന്നെയാണ് ആ ഒരു പ്ലാന്റും വാങ്ങിച്ചത്. പക്ഷേ അത് അങ്ങനെ തന്നെ കുട്ടിയായിട്ട് മിനിയേച്ചറായിട്ട് നിൽക്കുക. ഇതിപ്പോൾ നല്ല നീളമുണ്ട്, തൊട്ടടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ദി ബെസ്റ്റ് എയർ പ്യൂരിഫയർ ആണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ. പല പല ഓർഗനൈസേഷൻസും പല പല റിസർച്ചസും നടന്നിട്ട് നാസ വരെ റെക്കമെൻഡ് ചെയ്യുന്ന ബെസ്റ്റ് എയർ പ്യൂരിഫയറിന് ടോപ്പ് ലിസ്റ്റിൽ വരുന്ന തന്നെയാണ്. അതായത് ഈ ഒരു ഇലകൾക്ക് ഈ പൊല്യൂട്ടൻസ് ആയിട്ടുള്ള ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്ത് അതിൻ്റെ ലീവ്സിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതിൻ്റെ അകത്തുള്ള ടോക്സിൻസ് ആ റൂട്ട്സിലേക്ക് വന്നിട്ട് അത് ന്യൂട്രിയൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും പ്ലാന്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് എയർ പ്യൂരിഫയർ ആണ് ഈ ഒരു സിങ്കോണിയം വെറൈറ്റീസ് മൊത്തം. ഇത് ഞാൻ വെർട്ടിക്കൽ ഗാർഡൻ്റെ അകത്ത് വെച്ച പ്ലാന്റ് ഞാൻ ട്രാൻസ്ഫോം ചെയ്തിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇലകൾ കുറച്ചും കൂടി ചെറുതാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ക്രീം എല്യൂഷൻ്റെ അതേ തന്നെയാണ്. മറ്റേത് കുറച്ചും കൂടി വലുപ്പമുണ്ട് ലീവ്സ്, ഇത് കുറച്ചും കൂടി ചെറുതാണ് ലീവ്സ്. പിന്നെ വളരെ അധികം ഗുഡ് ലക്ക് തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് തരും. ഇത് ഈ ഒരു പ്ലാന്റ് ഞാൻ പറയട്ടെ, ഇതൊരു ചെറിയ മിനിയേച്ചർ ടൈപ്പ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ നാരോ ലീഫ്. അതാ കമ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾ തന്നെ ലീവ്സ്. ഇത് നേരത്തെ നല്ല കൂർത്ത ലീവ്സാണ്, ഇത് കുറച്ചും കൂടി ചെറുത് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ളതാണ്. ഒരേ ടൈമിൽ തന്നെ മേടിച്ച പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം, ചിലപ്പോൾ ഇത് ലെങ്ത്ത് വെക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ മിനിയേച്ചർ തന്നെ ആയിരിക്കണം. ഹാർട്ട് ഷേപ്ഡ് ആണ്, ഗ്രാജുവലായിട്ട് ചിലപ്പം ആരോ ഹെഡായി മെച്യൂർ ആവുന്നതിനനുസരിച്ചിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഡാർക്ക് ഗ്രീൻ ലീവ്സ് തന്നെയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ വൈറ്റ് സിൽവറി വൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ലൈൻസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. ക്രീം വെരിഗേഷൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വേറൊരു വെറൈറ്റി നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നു, സിങ്കോണിയം നാരോ ലീഫ്. ഇതാ തൊട്ടടുത്ത് അതിൻ്റെ അതേ ടൈപ്പ് തന്നെയാണ്, കൂർത്ത ഇലകൾ തന്നെയാണ്. പക്ഷേ കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി ക്രീമും സൈഡിലൊക്കെ കുറച്ച് ഗ്രീൻ ആയിട്ടും. പക്ഷേ എല്ലാ ഇലകൾക്കും ഇല്ല, ചില ഇലകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ചിലപ്പം അത് മെച്യൂർ ആവുന്നതിനനുസരിച്ച് അത് ചേഞ്ചസ് വരുത്തായിരിക്കും. പക്ഷേ ഇത് ബുഷി ആയിട്ടായിരിക്കണം ഇത് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പോലെ തന്നെ വള്ളികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതും നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോണത് സിങ്കോണിയം വെൻലാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിങ്കോണിയാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്, ഉള്ളിലായിരുന്നു, ഇൻഡോർ ആയിട്ടായിരുന്നു വെച്ചത്. പക്ഷേ ഞാൻ പുറത്ത് വെച്ചത് ഹാങ്ങിങ് ആയിട്ട് വെച്ചത് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്തായിപ്പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ചില ഏരിയയിൽ നല്ല ഡാർക്ക് ഗ്രീൻ തന്നെ, പക്ഷേ ചില ഏരിയയിൽ മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഇലകൾ കേടായി പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരുപാട് സൺലൈറ്റിൽ വെക്കരുത് പറയുന്നത്. ഏരിയൽ റൂട്ട്സ് ആണ് ഇതിനകത്ത് കാണുന്നത്. ഇതൊരു വൈനിങ് പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു റണ്ണറാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് റണ്ണറാണ്, നല്ല ലെങ്ത്തിൽ അങ്ങനെ പോവും. ഒരുപാട് നോഡ്സും നമുക്ക് കാണാൻ പറ്റും. ഓരോരോ നോഡിലും നമുക്ക് അതിൻ്റെ അകത്ത് വേരുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേറെ വേറെ പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കി മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ അങ്ങനെ നിലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ്റെ അവസ്ഥയാണ്. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും പറയാം എന്തുകൊണ്ട് ചേച്ചി കിള പറിച്ചില്ല, അതിലൊരുപാട് പുല്ല് വന്നിട്ടുണ്ടല്ലോ, മെയിൻറ്റെയിൻ ചെയ്യാറില്ലേ, ശ്രദ്ധിക്കാറില്ല, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മഴയായത് കാരണം എനിക്ക് ഒരുപാട് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പണികൾ വേറെ എക്സ്ട്രാ കുറേ പണികളുണ്ട്. അപ്പോൾ ഇതിവിടേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്കും കൂടി കാണിക്കാൻ വിചാരിച്ചു. അപ്പം അവസ്ഥ ഇതാണ്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളത് കെയർ ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ആകും.
ഉണ്ടാകും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, വല്ലാതെ അപകടങ്ങളും കുഴപ്പങ്ങളൊന്നും ചെടികൾക്ക് പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാലും ചിലപ്പം പ്ലാന്റ്സ് മേലത്തെ ലൈനുകൾ നിങ്ങൾ കണ്ടോ ഒരുപാട് കേടായിട്ടുണ്ട്. അതായത് മഞ്ഞ കളറുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതായത് മഴ ഡയറക്റ്റായിട്ട് വീഴുന്നൊരു ഏരിയയാണ്. പക്ഷേ തൊട്ട താഴത്തെ രണ്ടും മൂന്നും താഴത്തെ 2 ലൈനും വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ അതായത് മഴ കൂടിയാലും അതുപോലെ തന്നെ വെയിൽ കൂടിയാലും ചെടികൾ കേടാകും. അപ്പം അതൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ടേക്ക് കെയർ ചെയ്യണം. അപ്പം എല്ലാം ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ജസ്റ്റ് എല്ലാം റീപോർട്ട് ചെയ്ത് എല്ലാം മാറ്റി പുതിയ ചട്ടികളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് അത് കാണിച്ചു തരാം. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച വെറൈറ്റീസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേരുകളൊന്നും ഇനി കൂടുതലായിട്ട് പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് 2 വിധത്തിൽ. അപ്പോൾ ഇപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുക കണ്ടില്ല, മഞ്ഞ ലീവ്സ് കണ്ടോ. അപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ 5, 8, 10 തൈകൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെറിയ തൈകളാക്കി മാറ്റുന്നത് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. കണ്ടോ, റൂട്ട്സ് എല്ലാം വന്ന് വളരെ തിങ്ങി നിറഞ്ഞ്, ഇനിയിപ്പോൾ അതിൽ മണ്ണ് പോലും ഇല്ല. എല്ലാം വലിച്ചെടുത്ത് ഇനി മണ്ണൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ കോലമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ റൂട്ട്സ് ഒരുപാട് വന്നത് കാരണം നമ്മളിതെന്തായാലും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. ഈ ഒരു റൂട്ടിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ നമ്മൾ ഈ റൂട്ട് വെറുതെ വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ട്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേജ്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, റൂട്ട്സ് ഒന്നും വല്ലാതെ പൊട്ടിപ്പോവാതെ. കണ്ടില്ല, ഉള്ളിലൊക്കെ ഇങ്ങനെ പിണഞ്ഞ് അതിങ്ങനെ മിക്സ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് കിടക്കണം. അപ്പം നമ്മളത് എടുത്ത് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാത്തിലും ഒരു റൂട്ടെങ്കിലും വേണം കേട്ടോ. അപ്പം അങ്ങനെ വേണം നമ്മളത് പിരിക്കാൻ. അപ്പം ഇങ്ങനെ ഒരുപാട് വെർട്ടിക്കൽ ഗാർഡൻ്റെ പോട്ട്സിലേക്ക് ഓരോന്ന് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. മെയിൻ്റനൻസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിവരാൻ നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം നമ്മൾ നിറയ്ക്കുന്ന പോട്ടിംഗ് മിക്സ്ചർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോട്ടിംഗ് മിക്സ്ചറായാൽ മാത്രം മതി. എന്നാൽ തന്നെ പ്ലാന്റ്സ് ഒരുപാട് ഉണ്ടായിക്കോളൂ കേട്ടോ. ഇതുപോലെ മണൽ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്, പിന്നെ ചാണകം ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്, പിന്നെ കൊക്കോപ്പിറ്റും. ഇതാണ് നമ്മൾ ബേസായിട്ട് നമ്മൾ കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് മാസത്തിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മാത്രം മതി, പിന്നെ പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പുറത്ത് വെക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നനച്ചു കൊടുക്കണം. സമ്മർ ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാന്റാണ് ഞാൻ ആദ്യമേ കുഴിച്ചിട്ടത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഇത്ര തോന്നെ പ്ലാന്റ്സ് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും നമ്മളിത് കാണുമ്പോഴാണ് മനസ്സിലാവുക. നമ്മൾ പറയുമ്പം എത്ര വ്യക്തത കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് ഇത്ര തോന്നെ നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അടിയിൽ വരെ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ റൂട്ട്സ് പടർന്ന് പിടിച്ചിട്ടുള്ള അവസ്ഥയാണ്. അപ്പം അത് കണ്ടാൽ മാത്രമേ നമുക്ക് വിശ്വാസം വരുള്ളൂ. ഇനി ഇത് നമ്മൾ നേരത്തെ കാണിച്ച നമ്മളെ പിങ്ക് സിങ്കോണിയം, അത് കണ്ടില്ലേ, അത് നമുക്കിങ്ങനെ കട്ടിങ്സ് എടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, വലിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ പടർത്തി കൊടുത്താൽ ബ്യൂട്ടിഫുള്ളായിട്ട് അത് നല്ല ഭംഗി ഉണ്ടാകും. അപ്പം ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡനിൽ ഉണ്ടായി എന്ന് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും ആ പ്ലാന്റ് അങ്ങനെ തന്നെ നമുക്ക് വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം അന്നേരം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കിങ്ങനെ കൂടുതൽ പ്ലാന്റ്സ് ആക്കി വെക്കാം. കണ്ടോ, ഓരോരോ നോഡുകളിലും വേരുകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കട്ടിങ്സ് അതിൽ തന്നെ കിട്ടും. എന്നിട്ട് ഓരോരോ കട്ടിങ്സ് നമുക്ക് വേറെ പുതിയ പോട്ടിലാക്കിയിട്ട് വെക്കാം. കണ്ടില്ല, അതിലൊക്കെ നോട്ട്സാണ് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ കുട്ടി നോട്ട്സാക്കി ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് പടർത്തി മേലേക്ക് വിടും ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ടൊക്കെ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് നമുക്ക് കാണാൻ പറ്റും. പിങ്ക് സിങ്കോണിയം എന്നും പിന്നെ ക്രീം ഇല്യൂഷൻ എന്നും ഒക്കെ നിങ്ങളൊന്ന് അടിച്ചു നോക്കിക്കേ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റേറ്റ്. അപ്പം നമുക്ക് ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ആക്കി പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലാന്റ് വാങ്ങുക. വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പോട്ട്സിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാലേ വിശ്വാസമാവുള്ളൂ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരാം വിചാരിച്ചത്. ഇതാ ക്രീം ഇല്യൂഷനാണ്, അതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈച്ച് വൺ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പോട്ട്സിലേക്ക് ആക്കി ഞാനിതാ ഇങ്ങനെ ഒരുപാട് പോട്ട്സിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആകെ 3 or 4 പ്ലാന്റ്സേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിൽ നിന്നാണ് ഇത്രയധികം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു സിങ്കോണിയം കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.